ഗുഡ് മോർണിംഗ് എവരിബഡി. ഏവർക്ക് എസ് ഹിന്ദി ചാനലിലേക്ക് സ്വാഗതം. ആദ്യമായി എൻ്റെ ക്ലാസ് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഒപ്പം താഴെ കാണുന്ന ബെല്ലൈക്കണിൽ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. ഇന്ന് ഞാൻ പഠിപ്പിക്കുന്നത് അകാൽ ഓർ ഉസ്കെ ബാദ് എന്ന് പറയുന്ന കവിതയാണ്. അപ്പോൾ അകാൽ ഓർ ഉസ്കെ ബാദ് കിസ് വിധ കി രചന ഹേ എന്ന് ചോദിച്ചാൽ കവിത എന്ന് പറയണം. പ്രോക്തി എന്ന് ചോദിച്ചാലും കവിത എന്ന് പറയണം. കവി കോന എന്ന് ചോദിച്ചാലോ നാഗാർജുൻ. കവി കാ നാം ക്യാ ഹേ? നാഗാർജുൻ. അപ്പോൾ ഈ കവിതയിൽ ക്ഷാമകാലത്തെ അവസ്ഥയെക്കുറിച്ചാണ് ചിത്രീകരിക്കുന്നത്. അതായത് ക്ഷാമകാലത്തെയും അതിനുശേഷമുള്ള സമൃദ്ധിയെയും കുറിച്ചാണ് ഈ കവിതയിൽ ചിത്രീകരിച്ചിരിക്കുന്നത്. ആദ്യത്തെ 4 വരിയിൽ ക്ഷാമകാലത്തെക്കുറിച്ചും ലാസ്റ്റ് 4 ലൈനിൽ ക്ഷാമകാലത്തിന് ശേഷമുള്ള സമൃദ്ധിയെക്കുറിച്ചുമാണ് വർണ്ണിച്ചിരിക്കുന്നത്. അപ്പം നമുക്ക് ആദ്യത്തെ 4 വരിയിലേക്ക് കടക്കാം. കൈ ദിനോं तक चूल्हा रोया चक्की रही उदास, कई दिनों तक कानी कुतिया सोई उनके पास, कई दिनों तक लगी फीत पर छिपकलियों की गश्त, कई दिनों तक चूहों की भी हालत रही शिकस्त, दाने आए घर के अंदर कई दिनों के बाद, धुआं मुड़ा आंगन से ऊपर कई दिनों के बाद, चमक उठी कर फर की आंखें कई दिनों के बाद, कौए ने खुजलाई पांखें कई दिनों के बाद, കൈ ദിനോं തക്ക് ചൂൾഹാ രോയാ. ആദ്യത്തെ 4 വരി ക്ഷാമകാലഘട്ടത്തെക്കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ ക്ഷാമകാലഘട്ടത്തെക്കുറിച്ച് കവി എന്താ പറയുന്നതെന്ന് നമുക്ക് കേൾക്കാം. കൈ ദിനോं തക്ക് ചൂൾഹാ രോയാ, വളരെ ദിനങ്ങളായി അടുപ്പ് കരഞ്ഞു. ചക്കി റഹി ഉദാസ്, അരകല്ല് വളരെ ദുഃഖിതയുമാണ്. അപ്പോൾ വളരെ ദിനങ്ങളായി അടുപ്പ് കരയുന്നു, അരകല്ല് ദുഃഖിതയാണ്. കൈ ദിനോं തക്ക് കാനി കുത്തിയ, വളരെ ദിനങ്ങളായി ഒറ്റക്കണ്ണിയായ പെൺപട്ടി, കാനീർ കുത്തിയ ഒറ്റക്കണ്ണിയായ പെൺപട്ടി, സോയി ഉൻകെ പാസ്, അതിൻ്റെ അടുത്തായി കിടന്നുറങ്ങുകയാണ്. കിൻകെ പാസ്? ചക്കി ഓർ ചൂൽഹേ കെ പാസ്. നിങ്ങൾ ആ ചിത്രത്തിൽ കണ്ടില്ലേ? ചക്കിയുടെയും ചൂൽഹയുടെയും അടുത്തായിട്ട് ഒരു ഒറ്റക്കണ്ണിയായ പെൺപട്ടി കിടക്കുകയാണ്. ആ പട്ടിയുടെ ശരീരത്തേക്കൊന്ന് നോക്കിയേ, എല്ലും തോലും മാത്രമായിരിക്കും. അതായത് തിന്നാനും കുടിക്കാനും ഒന്നുമില്ല. ക്ഷാമം, അത്ര കൊടും ക്ഷാമം. അപ്പോൾ വളരെ ദിനങ്ങളായി അടുപ്പ് കരഞ്ഞു, അരകല്ല് ദുഃഖിതയാണ്. വളരെ ദിനങ്ങളായി ഒറ്റക്കണ്ണിയായ പെൺപട്ടി അടുപ്പിൻ്റെയും അരകല്ലിൻ്റെയും അടുത്തായി കിടന്നുറങ്ങുന്നു. അപ്പോൾ ഇവിടെ ഏഹാൻ ചൂൾഹേ കാ റോന ചക്കി കാ ഉദാസ് ഹോന, ഇസ്കാ മതലബ് ക്യാ ഹേ? അടുപ്പ് കരയുക, അരകല്ല് ദുഃഖിതയാവുക എന്നുകൊണ്ട് അർത്ഥമാക്കുന്ന എന്താണ്? അകാൽ കെ കാരൻ ഘർ മേ ദാനാ നഹി, അതായത് ക്ഷാമകാരണത്താൽ വീട്ടിൽ ധാന്യമില്ല. ഇസ്ലിയെ ഖാന പക്കാനെ കെ ലിയെ, അതുകൊണ്ട് ആഹാരം പാകം ചെയ്യുന്നതിന് വേണ്ടി കോയി ചൂൽഖാന ജലാത്ത, ആരും അടുപ്പ് കത്തിക്കുന്നില്ല. ഓർ ദാന പീസിനെ കേലി, ധാന്യം അരയ്ക്കുന്നതിന് വേണ്ടി കോയി ചക്കിക്ക് പാസ്നാത്ത, ആരും അരകല്ലിൻ്റെ അടുത്തും എത്തുന്നില്ല. അതുകൊണ്ട് ഇസ്ലിയെ ദോനോ ദുഃഖി ഹേ, രണ്ടുപേരും ദുഃഖിതരാണ്. അപ്പോൾ ക്ഷാമകാരണത്താൽ വീട്ടിൽ ധാന്യമില്ല, അതുകൊണ്ട് ആഹാരം പാകം ചെയ്യുന്നതിന് വേണ്ടി ആരും അടുപ്പിൻ്റെ അടുത്ത് എത്തുന്നില്ല. ധാന്യം അരയ്ക്കുന്നതിന് വേണ്ടിയിട്ട് ആരും അരകല്ലിൻ്റെ അടുത്ത് എത്തുന്നില്ല. അതുകൊണ്ട് അടുപ്പും അരകല്ലും ദുഃഖിതരാണ്. അപ്പോൾ ഇവിടെ വേറൊരു 1 മാർക്ക് ക്വസ്റ്റ്യൻ ചോദിക്കുക. ദുഃഖ കാ സമാനാർത്ഥി ശബ്ദ് കവിതാമേം പഠി ഹേ വോ ക്യാ ഹേ? ദുഃഖത്തിന് പകരം പഠിച്ച വാക്ക് കവിതയിലുണ്ട്. അതേതാണ് മക്കളെ? ഉദാസ്. കേട്ടോ? അപ്പോൾ ആദ്യത്തെ വരിയെ ബേസ് ചെയ്ത് ചോദിക്കുന്ന ഈ 2 ചോദ്യമാണ്. അതായത് ചൂൽഹേ കാ രോന ഓർ ചക്കി കാ ഉദാസ് ഹോനെ കാ മതലബ് ക്യാ ഹേ? ദുഃഖ കാ സമാനാർത്ഥി ശബ്ദ് ക്യാ ഹേ? ഇത് രണ്ടുമാണ് ആദ്യത്തെ വരിയെ ബേസ് ചെയ്ത് ചോദിക്കുന്നത്. ഇനി കൈ ദിനോं തക്ക് കാനി കുതിയ സോയി ഉൻകെ പാസ്, വളരെ ദിനങ്ങളായി ഒറ്റക്കണ്ണിയായ പെൺപട്ടി അവരടുത്തായി കിടന്നുറങ്ങി, അതായത് അടുപ്പിൻ്റെയും അരകല്ലിൻ്റെയും ഇടയിലായി കിടന്നുറങ്ങുന്നു. അപ്പോൾ കാനി കുത്തിയ കഹാ സോയി ഹേ എന്ന് ചോദിച്ചാൽ ചൂൽഹേ ഓർ ചക്കി കെ പാസ്.
കാനി കുത്തിയ സോനേക്ക കാരൻ ക്യാ ഹേ? ഒറ്റക്കണ്ണിയായ പെൺപെട്ടി ഉറങ്ങാനുള്ള കാരണം എന്താണ് മക്കളെ? അങ്ങനെ ചോദിച്ചാൽ ഖാനാന മിൽനേക്കേ കാരൻ, ഫുഡ് കിട്ടാത്ത കാരണത്താൽ. ഖാനാന മിൽനേക്കേ കാരൻ. അപ്പോൾ വളരെ ദിനങ്ങളായി അടുപ്പ് കരഞ്ഞു, അരകല്ല് ദുഃഖിതയാണ്. വളരെ ദിനങ്ങളായി ഒറ്റക്കണ്ണിയായ പെൺപട്ടി അടുപ്പിൻ്റെയും അരകല്ലിൻ്റെയും അടുത്തായി കിടന്ന് ഉറങ്ങുന്നു. കൈ ദിനോന്തക്ക് ലഗി ഫീത്ത് പർ ചിപ്പുകലിയോങ്കി ഗസ്ത്. വളരെ ദിനങ്ങളായി ഭിത്തിയിൽ ചിപ്പുകലിയാം, പല്ലികൾ ഗസ്ത് ചെയ്യുന്നതായിട്ട് കാണാം. അതായത് ഉല്ലാത്തുന്ന ഇധർ ഉധർ ഘൂമിന, ഗസ്ത് ലഗാന ഇധർ ഉധർ ഘൂമിന, അവിടെ ഇവിടെയും ചുറ്റിക്കറങ്ങുക. അതായത് വളരെ ദിനങ്ങളായി ഭിത്തിയിൽ പല്ലികളിങ്ങനെ, പല്ലികളിങ്ങനെ റോന്തു ചുറ്റുന്നു. കാര്യം അവയ്ക്ക് ആഹാരമൊന്നും കിട്ടുന്നില്ല. അപ്പോൾ ദീവാർ കാ സമാനാർത്ഥി ശബ്ദ കവിതാമേം പഠിഹേ ഓ ക്യാ ഹേ എന്ന് ചോദിക്കാം. ദീവാർ എന്നതിന് പകരം പഠിച്ച വാക്ക് കവിതയിലുണ്ട്, അതേതെന്ന് ചോദിക്കുമ്പോൾ ഫീത്ത് എന്ന് പറയണം. കൈ ദിനോന്തക്ക് ചൂഹോം കി ഫി ഹാലത്ത് രഹി ശിഖസ്ത്. വളരെ ദിനങ്ങളായി എലികളുടെ അവസ്ഥ വളരെ ശിഖസ്താണ്. ശിഖസ്ത് മീൻസ് പരാജയ് അല്ലെങ്കിൽ ടൂട്ട് ഫൂട്ട്. അപ്പോൾ പരാജയ് യാ ടൂട്ട് ഫൂട്ട് का समानार्थी शब्द है ശിഖസ്ത്. അവസ്ഥ का समानार्थी शब्द है ഹാലത്ത്. അവസ്ഥയ്ക്ക് പകരം പഠിച്ചതാണ് ഹാലത്ത് കേട്ടോ. അപ്പോൾ വളരെ ദിനങ്ങളായി ചൂഹോം കോ കി ഫി, എലികളുടെ അവസ്ഥയും രഹി ശിഖസ്ത്, വളരെ ദയനീയമാണ്. അപ്പോൾ വളരെ ദിനങ്ങളായി പല്ലികൾ ഭിത്തിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും റോന്തു ചുറ്റുന്നു. വളരെ ദിനങ്ങളായി എലികളുടെ അവസ്ഥ വളരെ ദയനീയമാണ്. ഇതാണ് ആദ്യത്തെ 4 വരി. ഇനി ഈ 4 വരിയിൽ ബേസ് ചെയ്തിട്ടുള്ള ചോദ്യോത്തരങ്ങൾ ഒന്നും കൂടെ ഞാൻ ഒന്ന് റിപ്പീറ്റ് ചെയ്യാം. ദുഃഖ കാ സമാനാർത്ഥി ശബ്ദ ക്യാ ഹേ? ഉദാസ്. ദീവാർ കാ സമാനാർത്ഥി ശബ്ദ ക്യാ ഹേ? ഫീത്ത്. ഇധർ ഉധർ ഘൂമിന ഗസ്ത് ലഗാന. പരാജയ് ടൂട്ട് ഫൂട്ട്, അതിന് പകരം പഠിച്ചത് ശിഖസ്ത്. അവസ്ഥയ്ക്ക് പകരം പഠിച്ചത് ഹാലത്ത്. ഇനി ചോദ്യോത്തരങ്ങൾ. चूल्हे का रोना और चक्की के उदास रहने का मतलब क्या है? चूल्हे का रोना और चक्की का उदास होने का मतलब क्या है എന്ന് ചോദിക്കുമ്പോൾ ആൻസർ അക്കാൽ കെ കാരൻ ഘർമേ ദാന നഹി. ക്ഷാമ കാരണത്താൽ വീട്ടിൽ ധാന്യമില്ല. ഇസ്ലിയെ ഖാന പക്കാനെ കെ ലിയെ കോയി ചുൽഖാന ജലാത്ത. അതുകൊണ്ട് അടുപ്പ് കത്തിക്കുന്നതിന് വേണ്ടിയിട്ട് ആഹാരം പാകം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ആരും അടുപ്പ് കത്തിക്കുന്നില്ല. ഓർ ദാന പീസിനെ കേലിയെ, ധാന്യം അരയ്ക്കുന്നതിന് വേണ്ടിയിട്ട് ആരും ചക്കിയുടെ അരകല്ലിൻ്റെ അടുത്ത് എത്തുന്നില്ല. ചക്കിക്ക് പാസ്വി നാത്ത ഇസ്ലിയെ ദോനോ ദുഃഖിഹെ. ഒന്നും കൂടെ പറയാം. അക്കാൽ കെ കാരൻ കർമ്മേ ദാനാനഹി, ഇസ്ലിയെ ഖാന പകാനെ കേലിയെ കോയി ചൂൽഖാന ജലാത്ത. ഓർ ദാന പീസിനെ കേലിയെ കോയി ചക്കിക്ക് പാസ് നാത്ത ഇസ്ലിയെ ദോനോ ദുഃഖിഹെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കാനി കുത്തിയ കഹാ സോയി ഹേ? ഒറ്റക്കണ്ണിയായ പെൺപട്ടി എവിടെ ഉറങ്ങുന്നു? ചക്കി ഓർ ചൂൽഹേ കെ പാസ്, ചക്കിയുടെയും ചൂൽഹയുടെയും അടുത്ത്. ചിപ്പുകലിയോങ്കി ഗസ്ത് ലഗിനേക്ക കാരൻ ക്യാ ഹേ? പല്ലികൾ റോന്തു ചുറ്റാനുള്ള കാരണം എന്താണ്? കീടാന മിൽനേക്കേ കാരൻ, കീടങ്ങൾ കിട്ടാത്ത കാരണത്താൽ. ചൂഹോങ്കി അവസ്ഥ ദയനീ ഹോനേക്ക കാരൻ ക്യാ ഹേ? ഖാനാന മിൽനേക്കേ കാരൻ. ഇതാണ് ആദ്യത്തെ 4 വരിയിൽ അടങ്ങിയിരിക്കുന്നത്. ഇനി അടുത്ത 4 വരിയിലേക്ക് കടക്കാം. ദാനേ ആയേ ഘർക്കെ അന്തർ കൈ ദിനോം കെ ബാദ്. ധാന്യം വന്നു വീടിൻ്റെ ഉള്ളിലേക്ക് വളരെ ദിനങ്ങൾക്ക് ശേഷം. ദുആമുട ആങ്കൻ കെ ഊപ്പർ കൈ ദിനോം കെ ബാദ്. ധാന്യം വന്നു വീടിൻ്റെ ഉള്ളിലേക്ക് വളരെ ദിനങ്ങൾക്ക് ശേഷം, അതായത് വീട്ടിൽ വളരെ ദിനങ്ങൾക്ക് ശേഷം ധാന്യം കിട്ടി. ധുആമുട പുക ഉയർന്നു. ആങ്കൻ സേ ഊപ്പർ, വീടിൻ്റെ ആങ്കൻ മീൻസ് മുറ്റം, മുറ്റത്തിന് മുകളിലേക്ക് വളരെ ദിനങ്ങൾക്ക് ശേഷം. ചമക്കൂടി കർഫർ കി ആങ്കേം, വീട്ടിലുള്ള ആൾക്കാരുടെ കണ്ണുകൾ തിളങ്ങി. കൈ ദിനോം കെ ബാദ്, വളരെ ദിനങ്ങൾക്ക് ശേഷം. കൗവേനെ ഖുജലായി പാങ്കേം കൈ ദിനോം കെ ബാദ്, കാക്ക തൻ്റെ ചിറകുകൾ ചൊറിഞ്ഞു വളരെ ദിനങ്ങൾക്ക് ശേഷം.
അതായത് ധാന്യം വന്നു വീടിൻ്റെ ഉള്ളിലേക്ക് വളരെ ദിനങ്ങൾക്ക് ശേഷം. അപ്പോൾ പുക ഉയർന്നു, സ്വാഭാവികമായിട്ട് ആഹാരം പാകം ചെയ്യാൻ തുടങ്ങി. അപ്പോൾ മുറ്റത്തിന് മുകളിലേക്ക് പുക ഉയർന്നു. വീട്ടിലുള്ള ആൾക്കാരുടെ കണ്ണുകൾ തിളങ്ങി വളരെ ദിനങ്ങൾക്ക് ശേഷം, അതായത് ആഹാരം കിട്ടിയപ്പോൾ. കാക്ക സന്തോഷത്താൽ തൻ്റെ ചിറകുകൾ ചൊറിഞ്ഞു വളരെ ദിനങ്ങൾക്ക് ശേഷം. കാരണം എന്താണ്? കാക്കയ്ക്കും വീട്ടിൽ ആഹാരം പാകം ചെയ്യുമ്പോൾ മാത്രമാണ് നമ്മൾ അവശിഷ്ടങ്ങൾ വെളിയിലേക്ക് കളയുന്നത്, അതായത് കഴിച്ചതിൻ്റെ ബാക്കി അവശിഷ്ടങ്ങൾ. അവയ്ക്കും അപ്പോൾ ആഹാരം കിട്ടി, അവയും സന്തോഷത്താൽ ചിറകുകൾ ചൊറിഞ്ഞു എന്നാണ് കവി ഇവിടെ അർത്ഥമാക്കുന്നത്. അപ്പോൾ ഇതിനെ ബേസ് ചെയ്ത് നമുക്ക് ചോദിക്കാവുന്ന ചോദ്യോത്തരങ്ങളിലേക്ക് നമുക്ക് കടക്കാം. അപ്പോൾ पंग का समानार्थी शब्द कविता में पढ़ी है. പങ്ക് എന്നതിന് പകരം നമ്മൾ കവിതയിൽ പഠിച്ചിട്ടുള്ള വാക്ക് ഏതാണ്? പാങ്കേം. പങ്ക് കാ സമാനാർത്ഥി ശബ്ദ കവിതാ മേ പഠി ഹെ വോ ക്യാ ഹെ? പാങ്കേം. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. ചമക്കുടി കർഫർ കി ആങ്കേം ഇസ്കാ മതല ക്യാ ഹെ? വീട്ടിലുള്ള ആൾക്കാരുടെ കണ്ണുകൾ തിളങ്ങി എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്? അക്കാൽ കെ ദിൻ ബീത് ജാനെ പർ, ക്ഷാമസമയം അങ്ങോട്ട് കഴിഞ്ഞപ്പോഴോ, കയ്യി ദിനവും കെ ബാദ്, വളരെ ദിനങ്ങൾക്ക് ശേഷം, ഘർമേ അനാജാനേ സെ ഖാന പക്കായാ ഗയ, വീട്ടിൽ ധാന്യം വന്നപ്പോൾ ഫുഡ് പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങി. ഇസ്ലിയെ ഘർ കെ അന്തർ, അതുകൊണ്ട് വീടിൻ്റെ ഉള്ളിലേക്ക്, ചൂൽഹ വീടിൻ്റെ ഉള്ളിലുള്ള ചക്കി, ചൂൽഹ മുതലായ നിർജീവ വസ്തുക്കൾ പോലും അല്ലേ, നിർജീവ വസ്തുക്കളും, സഫി ജീവജന്തുവും കി ആംഖേം, എല്ലാ ജീവജന്തുക്കളുടെയും കണ്ണുകളിലും നയേ ജീവൻ ആനേക്ക് കുശിമേം ചമക്കുടി, പുതിയൊരു ജീവൻ കിട്ടിയ സന്തോഷത്താൽ തിളങ്ങി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദുആമുട ആങ്കൻ കെ ഊപ്പർ എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്? അക്കാൽ ദൂർ ഹോനേസെ കയി ദിനവും കെ ബാദ് ഘർമേ ദാനയായി, ക്ഷാമമില്ലാതായപ്പോൾ വളരെ ദിനങ്ങൾക്ക് ശേഷം ധാന്യം വന്നു. ഇസേ ചൂൾഹ ജലാനേലക, അതുകൊണ്ട് അടുപ്പ് കത്തിക്കാൻ തുടങ്ങി. ആങ്കൻസെ ഊപ്പ ദുആ മുടിനേലക, മുറ്റത്തിന് മുകളിലേക്ക് പുക ഉയരാൻ തുടങ്ങി. ഘർമേ രഹിനെ വാലി സഫി ജീവോങ്കി ആംഖേം ഖുഷി സെ ചമക്കിനെ ലഗി, വീട്ടിൽ ജീവിക്കുന്ന എല്ലാ ജീവികളുടെയും കണ്ണുകൾ സന്തോഷം കൊണ്ട് തിളങ്ങാൻ തുടങ്ങി. ക്യോങ്കി ആജ് ഉൻകോ ഖാന മിൽനെ വാലാ ഹൈ, എന്തുകൊണ്ടെന്നാൽ അവയ്ക്കിപ്പോൾ ആഹാരം കിട്ടി. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. കൗവ അപ്പനെ പാങ്കേം കുജലാനേക്ക കാരൻ ക്യാ ഹെ? കാക്ക തൻ്റെ ചിറകുകൾ ചൊറിയാനുള്ള കാരണം എന്താണ്? അക്കാൽ കെ ബാദ് ഘർമേം ഖാന പക്കായ ഗയ, അതായത് ക്ഷാമത്തിന് ശേഷം വീട്ടിൽ ആഹാരം ഉണ്ടാക്കി. ഇസ്ലിയെ ഘർസെ ഖാനേക്ക് ബാക്കി ചീസേ, അതുകൊണ്ട് വീട്ടിൽ തിന്നതിൻ്റെ ബാക്കി അവശിഷ്ടങ്ങൾ ബാഹർ ഫേങ്കിനെ പർ, അത് പുറത്തേക്ക് എറിഞ്ഞപ്പോഴോ, ഉസേ ചുഗുക്കർ തേജി സെ ഉഡ് ജാനേക്ക് തയ്യാരി മേം കൗവ അപ്പനെ പാങ്കേം കുജലായ ഹോക, അത് തൻ്റെ ചുണ്ടുകൊണ്ട് കൊത്തിയെടുത്ത് പെട്ടെന്ന് പറന്നു പോകാൻ, സന്തോഷം കൊണ്ട് പറന്നു പോകാനുള്ള ആ തയ്യാറെടുപ്പിൽ കാക്കകൾ തൻ്റെ ചിറകുകൾ ചൊറിഞ്ഞു. ആംഖേൻ ചമക്കുടി എന്ന് വെച്ചാൽ അർത്ഥമാക്കുന്നത് എന്താണ്? ആംഖേൻ ചമക്കുടി കാ താൽപര്യ ക്യാ ഹെ എന്ന് ചോദിച്ചാൽ, ഘർക്കെ സഫി സന്തുഷ്ട ഹോഗയെ, വീട്ടിലുള്ളവരെല്ലാവരും സന്തുഷ്ടരായി എന്നതാണ് ഇത്രയും കൊണ്ട് അർത്ഥമാക്കുന്നത്. ഇനി ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസും ചോദിച്ചു കണ്ടിട്ടുണ്ട്. സമാന ആശയവാലി പങ്ക്തിയാൻ ചുൻകർ ലിഖേ, സമാന ആശയമുള്ള വരികൾ എഴുതാൻ പറയും. അതായത് കയ്യി ദിനവും കെ ബാദ് ഘർമേ അനാജായ, വളരെ ദിനങ്ങൾക്ക് ശേഷം വീട്ടിൽ ധാന്യം വന്നു എന്ന് സൂചിപ്പിക്കുന്ന വരികൾ ഏതാണ്? ദാനേ ആയേ ഘർക്കെ അന്തർ കയ്യി ദിനവും കെ ബാദ്, ധാന്യം വന്നു വീടിൻ്റെ ഉള്ളിലേക്ക് വളരെ ദിനങ്ങൾക്ക് ശേഷം. അതേപോലെ ഘർമേ ഖാന പക്കായേ കയ്യി ദിൻ ഹുയേ, വീട്ടിൽ ഫുഡ് പ്രിപ്പയർ ചെയ്തിട്ട് ധാരാളം ദിനങ്ങൾ കഴിഞ്ഞു എന്ന് സൂചിപ്പിക്കുന്ന വരികൾ ഏതാണ്? കയ്യി ദിനോൻ തക്ക് ചൂൾഹാരോയ ചക്കി റഹി ഉദാസ്, വളരെ ദിനങ്ങളായി അടുപ്പ് കരഞ്ഞു, അരകല്ല് ദുഃഖിതയാണ്. പിന്നെ ഈ ലെസണുമായി ബന്ധപ്പെട്ട് പോസ്റ്റർ ചോദിക്കാം. ഖേത്തി കെ വികാസ് എന്നതിനെക്കുറിച്ച്, അതായത് കൃഷിയുടെ വികാസത്തെക്കുറിച്ച്, അതായത് കൃഷിയെക്കുറിച്ച് ഒരു പോസ്റ്റർ എഴുതാൻ ചോദിക്കും.
അപ്പോൾ അത് പ്രകൃതി സംരക്ഷണത്തെക്കുറിച്ചും അതായത് ജലസംരക്ഷണത്തെക്കുറിച്ചും ഒക്കെ പോസ്റ്റർ ഈ ലെസണുമായി ബന്ധപ്പെട്ട് ചോദിക്കാം. അത് ഇതിനോടൊപ്പം ഞാൻ നോട്ടും ഇടുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് ഇതെല്ലാം ഉൾപ്പെടുത്തുന്നുണ്ട്. ഇത്രയും നേരം ഈ ക്ലാസ് ശ്രദ്ധാപൂർവം കേട്ടിരുന്ന എല്ലാ കുട്ടികൾക്കും താങ്ക്സ് ഉണ്ട്. താങ്ക് യു വെരി മച്ച്.